നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷം. ഇന്ന് നമ്മൾ എന്തായാലും വ്യത്യസ്തനായ അതിഥിയെ തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ അല്ല, കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളിക്കടുത്ത് പരവൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് മുക്കട എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു കനാലിൻ്റെ സൈഡിൽ കൂടെ ഉള്ളിലേക്ക് പോകുമ്പോൾ, കനാലെന്ന് പറയുമ്പോൾ പേരിന് മാത്രമേ ഉള്ളൂ, വെള്ളമൊന്നുമില്ല. മഴ വരുമ്പോൾ മാത്രം 10 തുള്ളി വെള്ളമേ വരാറുള്ളൂ. അപ്പോൾ അതിൻ്റെ അടുത്തൊരു വീട്ടിൽ കുറച്ച് വിറവടിക്കുകയും വിറവ് പറിക്കുക, കളിയലെന്നാണ് പറയുന്നത്. കളിയലിനകത്ത് വിറവടിക്കുകയും ആ വിറവിനടുത്ത് 2 പേരിങ്ങനെ ചുറ്റിപ്പറിഞ്ഞ് കിടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സമയം കളയുന്നത്, ആ സമയം തൊട്ട് അവർ നമുക്ക് വെയിറ്റ് ചെയ്യണം. നമ്മൾ പെട്ടെന്ന് എത്തി, നമ്മൾ മറ്റ് ഒരു കോൾ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അത് പെട്ടെന്ന് ആ ദൗത്യം കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. നമുക്ക് വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ആളുകളെന്ന് പരിചയപ്പെടാം, അതിനുശേഷം നമുക്ക് നമ്മുടെ അതിഥികൾ ആരാണെന്ന് നോക്കാം. അതിഥികളെ പരിചയപ്പെടാം. നമസ്കാരം. ഡേയ്, സുഖം തന്നെ? സുഖമാണോ? ഇതെവിടെയുണ്ടെന്ന് പറഞ്ഞു? ഇതിനകത്തോ? ഇതാണാ കളിയല്ലേ? അയ്യോ, ഇത് കളിയലെന്ന് പറയാൻ പറ്റില്ല, ഇതെല്ലാം തുറന്നിടക്കല്ലേ. കാരണം നമ്മൾ കളിയലെന്ന് പറഞ്ഞാൽ അടച്ച് പൂട്ടി കെട്ടിയിട്ട് ഇവിടെ ആളിരിക്കണം. ഹലോ അമ്മ, എന്താ താടിയൊക്കെ നിരാശ താടിയായിട്ടൊക്കെ ഇരിക്കും? താടിയൊക്കെ എന്ത് പറ്റി? ഇന്നത്തെ ദിവസം പോയോ? ഇന്നത്തെ ദിവസം 4 ചുറ്റും ആളാണല്ലോ. ആ സമയം തൊട്ട് അമ്മയോട് ഉണ്ടായിരുന്നോ? എല്ലാവരും ഉണ്ടായിരുന്നോ? പോയിട്ടില്ലല്ലേ അമ്മ? ശരി, തകവലും ചേർന്നു. അടിപൊളി. കുറച്ച് ദിവസം കൊണ്ട് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. ഞാൻ ജോലിയൊന്നും ചെയ്യാതെ എനിക്ക് മസിലൊക്കെ ഇറങ്ങി തുടങ്ങി, ചുമ്മാ തിന്നുകൊണ്ട് വരട്ടിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നല്ല പണിയുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ കൊണ്ട് മാറ്റി വെക്കാം. എന്തായാലും നമുക്ക് ചെറിയ പണിയല്ല, ഒരു ലോഡ് സാധനമുണ്ട്. ഇത് ഏകദേശം പകുതി മാറ്റിയല്ലേ ഇത് ആരാണ് എന്താണെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പുറത്തെ സൈഡിൽ ആൾ നോക്കിക്കോളേ, ബാക്ക് സൈഡിൽ ആൾ വരണേ. അവിടെ ആളുണ്ടോ അല്ലേ? സൈഡിൽ നോക്കിക്കോളേ. സാധ്യതയില്ല, എന്നാലും ചിലപ്പോൾ പറയാൻ പറ്റില്ല. കാട്ടാക്കടയിൽ കല്യാണ പാർട്ടി വിറവണക്കാൻ വിളിച്ചാണെങ്കിൽ ഇനി ഇവർ വീട് വൃത്തിയാക്കാൻ വിളിച്ചാണെന്നൊരു പിടിയില്ല. നോക്കാം. അമ്മ, ഈ വീഡിയോ പോകുമ്പോൾ, ഞങ്ങൾ എപ്പിസോഡ് പോകുമ്പോൾ ഈ ലോകത്തുള്ള ആൾക്കാർ മൊത്തം വൃത്തിയാക്കാൻ തന്നെ വിളിക്കും, വീട് വൃത്തിയാക്കാൻ. നിങ്ങൾ നോക്കിയോ?
പണിയുണ്ട്. പക്ഷേ ഇത് നമ്മൾ പകുതിയോളം പോലും മാറ്റിയിട്ടില്ല. പക്ഷേ 2 കണ്ടുവന്നപ്പോൾ എനിക്ക് സംശയം, 2 വരാണ്ട് സാധ്യത. നമുക്കറിയാം, നമ്മളിപ്പോൾ നമ്മുടെ യാത്രക്കിടയിൽ 2 കാണുന്നത്, ഒന്ന് പാമ്പിനെ ഭക്ഷിക്കുന്ന സാഹചര്യം, 2 ചേരയെ പാമ്പ് ഭക്ഷിക്കുന്ന സാഹചര്യം. അത് കാരണം പാമ്പുകളുടെ മുട്ടയിട്ട് ആദ്യം മുട്ടയിട്ട മോർക്ക് അതിൻ്റെ മുട്ട വിരിഞ്ഞു തുടങ്ങി. ആ മുട്ട വിരിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് ഫീമെയിൽ ചെയ്യുന്നത് ഫുഡ് തേടി പോകുക എന്നുള്ളതാണ്. അപ്പോൾ കിട്ടുന്നതിനൊക്കെ പിടിക്കും. വലിയ കോഴിയാണെങ്കിലും കയറി കടിക്കും, വലിയ നായാണെങ്കിലും കടിക്കും, പൂച്ചയാണെങ്കിലും കടിക്കും. പക്ഷേ കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് അവൻ അറിയില്ലല്ലോ. അത് കണക്ക് കയറി ചേരയൊക്കെ മുറുക്കൻ പിടിച്ചതാണോ, ചേരയാണെന്നതാണെന്നൊന്നും അറിയില്ല. പോവില്ല അമ്മ, പോകാൻ അത്രയും വിറവിരിക്കുകയല്ലേ അമ്മ, നല്ല സാഹചര്യമല്ലേ. ആണിയെ തുരുമ്പിച്ചാണ് പറയാം. നല്ല ആണി അടിച്ച് കയറി, പഴയ ആണിയല്ലേ. നമ്മൾ പകുതിയിലേറെ സാധനങ്ങൾ മാറ്റിയിട്ടുണ്ട്, പകുതിക്കുള്ളിലായി. പക്ഷേ ആളിനെ ഇതുവരെ കിട്ടിയിട്ടില്ല, കണ്ടിട്ടില്ല, കണക്കൊന്നുമില്ല. പക്ഷേ എന്നാലും പറയാൻ പറ്റില്ല, എവിടെ ഇരിക്കുന്നത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അവസാനത്തെ ഇതെടുക്കുന്നവരെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ അമ്മ പറഞ്ഞ കറക്റ്റാ, 2 അടിപൊളി മുട്ടക്കാട തന്നെ, നല്ല പത്തിയുള്ള മൂർക്കൻ അല്ല, ചേര ഇതായിരിക്കുന്നു. അതാ നോക്കി വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു 2 പറഞ്ഞ് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ചേരയായിരിക്കും. കാരണം ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ചേരയെ പിടിക്കാൻ വന്ന മൂർക്കൻ ഇതിനകത്തില്ല എന്ന് നമുക്ക് നിശ്ചയിക്കാനൊന്നും പറ്റില്ല. ഏതായാലും നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി നമുക്ക് നോക്കാം. കുറേ പണികൂടെ ഉണ്ട്. ഇപ്പോൾ ഒരെണ്ണം നമുക്ക് ഇപ്പോൾ 2 ഉണ്ടെന്നവർ പറയുന്നു, നമ്മൾ കണ്ടിട്ടില്ല. ഒന്ന് നമ്മളെന്തായാലും കണ്ടതായിരിക്കുന്നു, പടം പൊഴിക്കാറായ ഒരു ചേര. ഇനി അവൻ എലിയെ പിടിക്കാനായിട്ട് വന്ന് എലിയുടെ കൂടെ പുറത്തേക്ക് വന്നാണെന്ന് അറിയില്ല. എന്തായാലും ഞാൻ അവനെ അദ്ദേഹത്തിന് പുറത്തേക്ക് എടുക്കാൻ പോവാണ്. അതിന് ശേഷം നമുക്ക് മറ്റേ ആളിനെ നോക്കാം. 2 വലുതായിരുന്നോ അമ്മ? 2 ഒരു വെളുത്തതാ? 2 ഒരുമിച്ച് കണ്ടായിരുന്നോ? ഒന്ന് ചേർന്നോ? നോക്കാം. അമ്പട ചക്കേ വേണ്ട മുട്ടക്കാടൻ ചേരാം. അതിൻ്റെ അടിയിലോട്ടിനെ പോയി. എന്തായാലും നമുക്ക് സാധനം മൊത്തം മാറ്റിയല്ലേ പറ്റുള്ളൂ. ഒരാൾ തന്നെയാണ് കാണുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ മൂലയ്ക്കൊരു ഹോളുണ്ട്. മറ്റേ ആളതിനകത്തോട് അപ്പുറത്ത് ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയില്ല. ഇത്രേ ഉള്ളൂ. 2 കണ്ടു എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഇത് ഒരെണ്ണം ഓക്കെ നമ്മൾ കണ്ടു. രണ്ടാമത്തേനാണ് ഞാൻ നോക്കണത്. പടം പൊഴിക്കാറായിരിക്കുന്ന ചേര.
ഇതായിരിക്കും എല്ലാം ഒരാൾ തന്നെ പോണേ. നല്ല ഒന്നാം തരം ചേര എന്ന് വെച്ചാൽ ഇതാണ് ചേര. ഒരു ഏകദേശം എനിക്ക് 10 അടിയോളം 8 അടി 9 അടി കൂടുതൽ നീളം വരും. കണ്ട ചേര 8 അടി 9 അടി കൂടുതൽ നീളമുണ്ട്. നമ്മുടെ നാട്ടിൽ മഞ്ഞ ചേര. ഇതിവിടെ ഇരുന്നത് വേറൊന്നുമല്ല, പടം പൊഴിക്കാറായി. പക്ഷേ വേറൊരു പ്രത്യേകത ഉള്ളത്, ഒന്നിനൂടെ സാധ്യത ഒരു കണ്ടു തന്നെ തള്ളിക്കളയാൻ പറ്റില്ല. അത് ഇവിടെ ഒരു ഹോളുണ്ട്, വെളിയിലേക്കൊരു ഹോളുണ്ട്. വെളിയിലോട്ട് പോയിട്ടുണ്ടെന്നല്ല, ഈ മൂലയ്ക്കൊരു വലിയ ഹോളാണ്, അത് വെളിയിലേക്കുള്ള ഹോളാണ്. അപ്പോൾ എനിക്ക് ഇതും അവിടെ ഇരുന്നാണ് കറങ്ങിയത്. അപ്പോൾ അതിനകത്ത് മറ്റേത് വെളിയിൽ പോയിട്ടുണ്ടെന്നാണ്. ഇനി ഇതിൻ്റെ ദേഹത്ത് കടിച്ച പാടുകളോ മുറിവുകളോ ഉണ്ടെന്ന് നോക്കിയാൽ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ദേഹത്ത് എന്തെങ്കിലും ബ്ലഡിൻ്റെ അംശമെല്ലാം ഉണ്ടെങ്കിൽ മൂർഖൻ ചിലപ്പോൾ അവനെ കയറി പിടിക്കാം. ഇത്രയും വലിയ ചേരയൊന്നും വലിയ മൂർഖന്മാർക്ക് ഒന്നുമല്ല, ചുമ്മാ മടങ്ങി വയറ്റിലേക്ക് പോകും. ഇതുണ്ടോ ചേര നല്ല, എനിക്ക് തോന്നുന്നു ഒരു 10 വയസ്സോളം പ്രായം വരെ നല്ല 10 അടി 8 അടി 9 അടിക്കുള്ള നീളമുണ്ടാണ്. നോക്കിയോളൂ, 10 അടി കൂടുതൽ 10 അടിയോളം നീളം വരുന്ന അതിഥി. നല്ല ഒന്നാം തരം നല്ല ആൺചേര. ഉണ്ടോ ആൺചേര, മഞ്ഞച്ചേര എന്നറിയുന്നത്. നമ്മളെ മുത്തശ്ശി വരുന്ന മഞ്ഞച്ചേര മലന്ന് കടിച്ചാൽ മലയാളത്തിൽ മരുന്നില്ല എന്നല്ല. മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിൽ വാങ്ങിക്കാമല്ലോ, മെഡിക്കൽ ഷോപ്പിൽ പോയാൽ വാങ്ങിക്കുക, ധാരാളം മരുന്ന് വാങ്ങിക്കുക. മഞ്ഞച്ചേര മലന്ന് കിടക്കുന്ന എപ്പോഴാണ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി, ഞാൻ കിടക്കണേ എന്ന് പറഞ്ഞ് കിടക്കണമല്ല, ചത്ത് കിടക്കുമ്പോഴാണ്. അപ്പോൾ അത് കടിക്കാൻ പറ്റില്ല. അതാണ് മുത്തശ്ശേരി പറഞ്ഞത്, മഞ്ഞച്ചേര മലന്ന് കടിക്കാൻ പോകുന്നില്ലല്ലോ, അവന് മരുന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ കുറേ കഥകളുണ്ട്. പിന്നെ പറയും ചേര ചുറ്റും എന്നൊക്കെ പറയും. ശുദ്ധമായ മണ്ടത്തിന് ചേരുന്ന ഒരു ചേര ആരെയും ചുറ്റാനൊന്നും പോകുന്നില്ല. പിന്നെ പിടിക്കുമ്പോൾ ഈ സമയത്ത് ഞങ്ങൾ പിടിക്കുന്നവരുടെ ദേഹത്ത് ഒരു ചെറിയ സ്മെല്ലുണ്ടാവും. ഇത് നമ്മുടെ ദേഹത്ത് ഇങ്ങനെ മണം വരുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലൂയിഡ് ഇത് ഇവിടെ നിന്ന് ലീക്കാവും. അത് നമ്മുടെ കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ സോപ്പിട്ട് കഴിയിലും പോവുകയില്ല. അപ്പോൾ മഞ്ഞച്ചേര എന്നറിയപ്പെടുന്ന ചേരയാണ്. പക്ഷേ വേറെ ഉണ്ടോ എന്നറിയില്ല. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, റിപ്പീറ്റാണ്, നമ്മൾ കുറേ കാലങ്ങൾ ഒരു 10-12 വർഷങ്ങൾക്ക് മുന്നേ കുളത്തൂപ്പുഴയിൽ ഇതുപോലെ ഇതിൻ്റെ ചേര ഒരു മാളത്തിൽ തലയിട്ടിരുന്നു. ഇത് തിരിഞ്ഞല്ലോ, ഇതിൻ്റെ 10 ഇരട്ടി വലിയ തലയായിരുന്നു. ഇങ്ങനെ മാളത്തിൽ തലയിട്ടിരുന്നു. അപ്പോൾ കുളിക്കാൻ പോകുന്ന അമ്മമാർ പോകുന്ന വഴിയിലാണ് ഇരുന്നത്. അങ്ങനെ എന്നെ പ്രകാശം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രാജവമ്പലെ കണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ ആദ്യമായിട്ട് കുളത്തൂപ്പുഴ പോയി പിടിക്കുന്നത് ചേരയാണ്. പിന്നെ കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ ഇതിൻ്റെ ഉടനെ കണ്ടു കഴിഞ്ഞാൽ രാജവമ്പയുടെ ഉടലായിട്ട് തോന്നും. കണ്ടോ രാജവമ്പയുടെ ഉടലിൻ്റെ ബാക്കി വശം ചില മഞ്ഞ കളറുള്ള രാജവമ്പലൊക്കെ ഞാൻ പിടിച്ച രാജവമ്പലെ കാണുമ്പോൾ പറയാം, എൻ്റെ ദേഹത്തൊക്കെ ഈ പെട്ടെന്ന് കണ്ട രാജവമ്പലെ പോലെ തോന്നും. ഈ ഉടൽ മാത്രം അടങ്ങിയിരിക്കേണ്ട രാജവമ്പലെ പോലെ തോന്നും. പക്ഷേ രാജവമ്പല ചേരയാണ്. ചേരയെ തിരിച്ചറിഞ്ഞ് നോക്കി വാലിൻ്റെ അഗ്രത്തിൽ ഈ കറുപ്പ് രാജവമ്പലയ്ക്കും നല്ല കറുപ്പാണ്. രാജവമ്പലയ്ക്ക് ഇത് കണക്ക് ഇപ്പോൾ ശൽക്കങ്ങളെ കറുപ്പുണ്ട്, പക്ഷേ നല്ല കറുപ്പാണ്. രാജവമ്പലയുടെ തല വലുതായിരിക്കും. കണ്ടോ നല്ല വലിയ തലയായിരിക്കും. ഇത് ചെറിയ തല. കണ്ടോ ചെറിയ തല. അതിലുപരി ചെറിയ തലയ്ക്കുപരി വരുന്നുണ്ടെന്ന് അറിയാം, കഴുത്തൊട്ടിയിരിക്കുന്നു. കണ്ടോ പിന്നെ വേറെ പ്രത്യേകത, വേറെ പ്രത്യേകത കഴുത്തൊട്ടിക്കുന്നത് മാത്രമല്ല കണ്ണ് നല്ല പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യും, നന്നായിട്ട് കടിക്കും. പല്ലറിയല്ല, ഇപ്പോൾ 100-ലേറെ പല്ലുള്ള ഒരു പാമ്പാണ് ചേര. നല്ല മുറിവുണ്ടാവും, നല്ല കടിക്കും, നല്ല വേദന ഉണ്ടാവും. എൻ്റെ കണ്ണിൻ്റെ പോള ഇങ്ങനെ കടിച്ച് എടുത്തു. ഒരു 15-20 വർഷമാകുന്നുണ്ട് കണ്ണിങ്ങനെ പോള ഇങ്ങനെ കടിച്ച് തൂക്കിക്കളഞ്ഞു. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിനെ ചാക്കിലാക്കിയതിന് ശേഷം നമുക്ക് മറ്റേ കൂടെ നോക്കിയിട്ട് ഇതാ അങ്ങോട്ട് ഒരു വള്ളി എടുത്ത് കെട്ടിക്കോളാം. ഇതിന് പോട് വെളിയിലേക്ക് പോയിട്ടില്ല എന്ന് പറയുന്നത്. ഇതുണ്ട് ഈ പോട് നേരെ അപ്പുറത്തേക്ക് കിടക്കണം. ഇത് ഹോളാണ്ട, ഇത് നേരെ വെളിയിലേക്ക് പോകണണ്ട, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് മിക്കവാറും വെളിയിൽ പോയിരിക്കാം. പിന്നെ അറിയാമല്ലോ, നമ്മൾ ചേര സാധാരണ ഇതിൽ ചേര വീട്ടിലേക്ക് വരുന്നത് നമ്മളെ ഉപദ്രവിക്കാമെന്ന്. ചേര എപ്പോഴും വരുന്നത് ഒരു കാര്യം, നമ്മുടെ വീട്ടിൽ എലി എവിടെയുണ്ടോ അവിടെ ചേര എത്തും. വീട്ടിൻ്റെ മണ്ടയിൽ നിങ്ങൾ വലിയ ഷെഡ് 10-50 അടി 60 അടി പൊക്കത്തിന് ഷെഡ് കെട്ടിയിട്ട് ഷെഡിൻ്റെ മണ്ടയിൽ അണ്ണാനോ എലിയോ കൂടുതലും ചേര കൃത്യമായിട്ട് അവിടെ എത്തും. ഒരു കാര്യം ഞാൻ പറയുന്നത്, നമ്മൾ മാത്രമാണ് ലോകത്തിൽ ആദ്യമായിട്ട്, വേറെ ആരും പറഞ്ഞില്ല. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നുണ്ട് ചേര വരുന്നത് ഭാഗ്യമാണെന്ന്. ചേര വരുന്നത് ഭാഗ്യം എന്ന് ലോട്ടറി എടുക്കുന്നു, ആരും പോയി ലോട്ടറി ഒന്നും എടുത്തുള്ളായിരുന്നു. ലോട്ടറി എടുക്കുമെന്നല്ല പറഞ്ഞത്. ചേര എന്ന് പറഞ്ഞ സാധനം റാറ്റ് സ്നേക്ക്, എലിയെപ്പിടുത്തക്കാരൻ. പാമ്പുകളുടെ 99% പാമ്പുകളുടെയും ഫുഡ് എന്ന് പറഞ്ഞാൽ എലിയാണ്. അപ്പോൾ എലി എവിടെയുണ്ടോ അവിടെ പാമ്പുകൾ എത്തും. അപ്പോൾ ചേര വന്ന് നമ്മുടെ വീട്ടിൽ, നമ്മുടെ മച്ചിൻ്റെ മേളിൽ നമ്മുടെ സാധനം വെച്ചിട്ടൊക്കെ ഇരിക്കുന്ന എലിയെ പിടിച്ച് പോയി കഴിഞ്ഞാൽ അടുത്ത പറമ്പിൽ ജീവിക്കുന്ന അണലിയോ മൂർഖനോ പോലുള്ള അതിഥികൾ ഈ എന്താ പറയുക, പാമ്പ് ഒരു 6 മാസം പഴക്കമുള്ള എലിയുടെ മോഷനോ യൂറിനോ സെൻസ് ചെയ്തിട്ടല്ല നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അന്നത്തെയോ തലേ ദിവസത്തെയോ എലിയുടെ മോഷനോ യൂറിൻ്റെ കൊണ്ട് അതിൻ്റെ ഗന്ധം എടുത്തിട്ട് പാമ്പുകൾ നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ വീടിനകത്തേക്ക് നാക്കോട് ടച്ച് ചെയ്ത് വരുന്നത്. അപ്പോൾ ചേര വന്ന് എലിയെ പിടിച്ച് പോകുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അണലിയോ മൂർഖനെയോ പോലുള്ള പാമ്പുകൾ വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് നിങ്ങൾ ചേര വരുന്നത് പരമാവധി ചേര വന്നു കഴിഞ്ഞാൽ പിടിക്കാതിരിക്കാൻ ശ്രമിക്കുക. ചേര വീട്ടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ വാതിലെല്ലാം അടയ്ക്കുക.
ജന്നൽ മാത്രം തുറന്നിടും. എവിടെ നിന്നാണ് എയർ വരുന്നത് അതാണ് അവൻ്റെ രക്ഷാവഴി. ആ വാതിലിൽ അടച്ചിട്ട് ജന്നൽ തുറന്നിട്ട് ആ ജനലിൽ കൂടെ ഈസി ആയിട്ട് അങ്ങ് ഇറങ്ങി പോകണം, നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്ക് ബാത്റൂമിനകത്ത് ക്ലോസറ്റിനകത്തൊക്കെ ചേരൽ ഇറങ്ങാണ്ട് ഒരുപാട് കേസിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ 2026 3 മാസം കഴിഞ്ഞു. 300 ചില്ലുവാൻ അതിലെ പിടികൂടിയിൽ സമയമില്ലാതെ വയ്യാതായി. പിന്നെ മറ്റു തിരക്കിലൊക്കെ എൻ്റെ 300 ആയുള്ളൂ. കാരണം ഈ 3 മാസം കൊണ്ട് ഞാൻ ഏകദേശം ഒരു 500-ന് മേളിൽ അതിലെ കളക്ട് ചെയ്യുന്ന സമയം കഴിഞ്ഞു. ഇനിയിപ്പോൾ അങ്ങോട്ട് മുട്ട വിരിയാൻ തുടങ്ങുന്നപ്പോൾ ധാരാളം കിട്ടും. അപ്പോൾ ഈ ക്ലോസറ്റിനകത്തൊക്കെ ഇറങ്ങി പോകുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും പറ്റുമെങ്കിൽ നിങ്ങളുടെ വീട്ടിനകത്ത് ക്ലോസറ്റ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ 2-3 മാസത്തിലൊരിക്കൽ ലേശം മണ്ണെണ്ണയോ ഡീസലോ, അത് മറ്റ് എന്താ പറയുക നമ്മുടെ മോഷണമൊക്കെ ലഭിക്കാനുള്ള ബാക്ടീരിയകളും നശിക്കും. പക്ഷേ നമ്മുടെ വീടിനകത്തേക്ക് പുറത്തുനിന്ന് അതിഥികൾ ഇതിനകത്തേക്ക് ഇറങ്ങി വരും. അപ്പോൾ ലേശം മണ്ണെണ്ണയോ ഡീസലോ ഈ നമ്മുടെ വേസ്റ്റ് വെള്ളം പോകുന്ന ഭാഗത്തേക്ക് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം ഇതുവരെയൊക്കെ നമ്മുടെ വീടിനകത്തേക്ക് വരുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞാൽ അപകടങ്ങളുണ്ടാവില്ല. അറിയാലോ, ഞാനിപ്പോൾ തന്നെ ഒരു കൊച്ചുകുട്ടി 2 വയസ്സുള്ളൊരു മോള് പാമ്പടിയായിട്ട് കിടക്കുന്നു, മറ്റൊരു ചെറുപ്പക്കാരൻ പാമ്പടിയിട്ട്, ഒരു സഹോദരി പാമ്പടിയിട്ട് സീരിയസ് ആയിട്ട് കിടക്കുന്നു. അപ്പോൾ ഇതെല്ലാം വളരെ വളരെ നിസ്സാരമായിട്ട് കാണേണ്ട സാധനമല്ല. അപ്പം നമ്മൾ പറയും പാമ്പിനെ ഉപദ്രവിക്കുന്നതൊക്കെ പറഞ്ഞ് ഒരിക്കലും നിങ്ങൾ പിടിച്ച് വളർത്തണമെന്നോ അതിനെ സ്നേഹത്തിൻ്റെ മക്കളെ നിന്ന് വിളിക്കണമെന്നോ ഒന്നും പറഞ്ഞാൽ നമ്മൾ പറമ്പിലെങ്കിലും ജീവിക്കട്ടെന്നില്ല. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഇന്ന് നമ്മളെ ഈ പ്രിയപ്പെട്ട സഹോദരൻ എന്താണ് പാമ്പെന്ന് അവിടെ അമ്മയാണ്, അമ്മയുടെ എന്തോ ജോലി ചെയ്യുന്നത് അമ്മ കണ്ട് 2 പേരിൻ്റെ മണ്ടയിൽ 2 പേരുണ്ടായിരുന്നിരിക്കുക. ഒരാൾ ഇതിലേ പുറത്ത് പോയിരിക്കാം. 2 ചേരകളായിരിക്കാം. ഇദ്ദേഹം പോവാത്തത്, ഇദ്ദേഹം പടം പൊഴിക്കാറായി, ചട്ട പൊഴിക്കുക, സ്കിൻ ഷെഡ് ചെയ്യാർ ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അവിടെ ഇരുന്നത്. അല്ലെങ്കിൽ അദ്ദേഹവും പോയനെ. എന്തായാലും സന്തോഷമുണ്ട്. നമുക്ക് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഒരു അമ്മയുടെ വീട്ടിൽ വന്ന് അമ്മയുടെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി, പറമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാൻ നമുക്ക് പറ്റി. അമ്മയെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ചേരയാണ് കിട്ടിയെങ്കിലും കുഴപ്പമില്ല. അമ്മയുടെ വീടൊക്കെ വൃത്തിയാക്കി അമ്മേനെ ഞാൻ ഈ പോകുന്നതിന് മുന്നേ നിങ്ങൾ ക്യാമറയൊക്കെ മാറ്റിയിട്ട് വേറെ വീടെല്ലാം പൊടിയൊക്കെ തട്ടി ഇവിടെ അടുക്കി കൊടുത്തിട്ടേ പോവുള്ളൂ എന്നൊന്നും വിചാരിക്കേണ്ട. ഞാൻ ഇപ്പോൾ തന്നെ പോകാം, അതൊക്കെ അമ്മ ചെയ്തോളും. വളരെ സന്തോഷം. നമ്മുടെ പ്രിയപ്പെട്ട KSRTC കണ്ടക്ടർ, പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ പേര് ഞാൻ മറന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കളിയലിനകത്തിരുന്ന മൊട്ടക്കാട്ടൻ ചേര, ചെറുതൊന്നുമല്ല, മൊട്ടക്കാട്ടൻ ചേര, ആൺചേര, 9 അടിയോളം നീളമുള്ള ചേര. എന്നാൽ നമ്മൾ സേവ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ചാക്കിലാക്കി, അല്ലെങ്കിൽ പിടിച്ച വിശേഷം നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കും. നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. അടുത്ത എപ്പിസോഡിൽ പുതിയ ഭാഗത്ത് പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും എൻ്റെ മാത്രം നന്ദി. നമസ്തേ.